ഞാൻ എന്ത് ചെയ്യാനാ വിദ്യാമേ? എത്രയൊക്കെ പറഞ്ഞാലും മഹിമയ്ക്ക് എന്റെ മോളുടെ അവസ്ഥ മനസ്സിലാവില്ല. അവളുടെ ജീവൻ ഒരു നിമിഷം മുമ്പെങ്കിൽ ഒരു നിമിഷം മുമ്പ് അപകടത്തിലാവണേന്നാ അവളിപ്പോൾ ആഗ്രഹിക്കുന്നത് പോലും. എങ്കിലേ എന്റെ കുഞ്ഞിന്റെ ഹൃദയം മണിക്കുട്ടിന് കിട്ടുള്ളൂ അത്രേ. തിരുമേനി വിഷമിക്കണ്ട. സ്വാർത്ഥമതിയായ ഒരാൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ. അത് പക്ഷേ അവരാഗ്രഹിക്കുന്നത് പോലെയൊന്നും ആവില്ല കാര്യങ്ങളുടെ പോക്ക്. ശിവപ്രിയയുടെ ഹൃദയം അവളിൽ ഇനിയും ഒരുപാട് കാലം സ്പന്ദിക്കും. അതിനുള്ള ഭാഗ്യം ദേവി മഹാമായി അവൾക്ക് നൽകുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. വിദ്യാമയുടെ നാവ് പൊന്നായിരിക്കട്ടെ. എന്റെ ജീവനിലോടത്തോളം കാലം അവൾക്ക് ഒരു കുഴപ്പവും വരരുത്. അവൾ ആരോഗ്യവതയായിരിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. അതേക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. തിരുമേനി സ്വന്തം കുഞ്ഞിന്റെ ജീവന് വേണ്ടി അമ്മയുടെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. കുറുക്കുവഴിയിൽ കാര്യം നേടാൻ ശ്രമിക്കുന്നവരുടെ വാക്കുകൾക്ക് കാതു കൊടുക്കാതിരിക്കുക. ശിവപ്രിയയുടെ ആയുസ്സിനെ പരിഹസിക്കുന്നവർക്ക് ദേവി മഹാമായയുടെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. എപ്പോഴെങ്കിലും അവരുടെ മനസ്സിൽ നന്മയുടെ വെളിച്ചം വീശുന്നെങ്കിൽ അപ്പോൾ മാത്രം സാക്ഷാൽ മഹാദേവൻ അവരെ രക്ഷിക്കട്ടെ. വാസുകി ഡോക്ടർ എത്തിയല്ലോ. എന്താ അങ്ങയുടെ മുഖത്തൊരു ഗൗരവം? ഞാനിപ്പോ ശിവപ്രിയയെ കണ്ടിട്ടാ വരുന്നത്. ഡോക്ടറോട് പോയോ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മഹിമയെ ഏൽപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ശിവപ്രിയക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവളുടെ ആയുസിനെ കുറിച്ച് കുഞ്ഞിനോട് ആരൊക്കെയോ പറഞ്ഞിരിക്കുന്നു. ആരൊക്കെയോ അല്ല, തിരുമേനിയും മഹിമയും തമ്മിലുള്ള സംസാരം ആ കുഞ്ഞ് കേട്ടിരിക്കുന്നു. അവളുടെ ആയുസിനെ അധിക നാളില്ലെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്റെ ദേവി, എന്റെ കുഞ്ഞത് അറിഞ്ഞെന്നോ? അവൾക്കത് താങ്ങാൻ പറ്റില്ല ഡോക്ടർ. അവളിപ്പോ സ്വമേധയാ മരണത്തെ വരിക്കാൻ അവളുടെ മനസ്സിനെ പ്രാപ്തയാക്കിയാണ്. അതിന്റെ അടയാളം എന്നോളമാണ് അവളുടെ ഹൃദയം അവളുടെ ഏട്ടന് കൊടുക്കാൻ പറ്റുമെന്ന് അവൾ എന്നോട് ചോദിച്ചത്. അവളതിന് തയ്യാറാണ്. എന്റെ ദേവി, എന്റെ മോള്, ഈശ്വര, മഹാദേവ, ഞാനിതെങ്ങനെ സഹിക്കും? അവളുടെ മുഖത്ത് ഞാനിനി എങ്ങനെ നോക്കും? അവളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെ മറുപടി പറയും? മകളുടെ ആയുസിന് ഭംഗം സംഭവിക്കുന്നത് ആ അച്ഛന് ഇനിയും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പരമമായ ആ സത്യത്തെ അദ്ദേഹത്തെ അറിയിക്കേണ്ട വിധം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഭൗതികമായ നിമിഷങ്ങളിൽ കേവലരായ മനുഷ്യർ എത്രമാത്രം അശക്തരും അശരണരുമാണെന്ന് നമുക്കറിയാമല്ലോ. അവർക്ക് ഈ ദുഃഖത്തെ മറികടക്കാൻ കാലത്തെ ആശ്രയിക്കേണ്ടി വരും. പക്ഷേ പരമഭക്തിയായ ശിവപ്രിയയുടെ കാര്യത്തിൽ ഒരു ആനുകൂല്യം ഉണ്ടാവേണ്ടതല്ലേ? അത് അസംഭവ്യമാണ്. അവളുടെ ഭക്തിയുടെ പവിത്രത കൊണ്ട് അവളോട് തോന്നുന്ന വാത്സല്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു മൃദുഭാവം മാത്രമാണ് ഇപ്പൊ സൂചിപ്പിച്ചത്. പക്ഷേ പരമമായ സത്യം വിധിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഭൂമിയിലെ അവളുടെ കാലം അവസാനിക്കാറായിരിക്കുന്നു. ഇനിയും വ്യക്തമായി പറഞ്ഞാൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. എന്തോ സത്യതാണെങ്കിൽ കൂടി അത് ഉൾക്കൊള്ളാൻ മനസ്സനുവദിക്കാത്തതുപോലെ. അതൊരു കീറാമുട്ടി തന്നെയാണ്. ഭക്തിയുടെ തീവ്രത കൊണ്ട് മൃത്യുദേവം പോലും ആശങ്കയോടെ അവളിൽ നിന്ന് അകലം പാലിക്കുകയാണ്. പക്ഷേ അതവൾക്ക് ഗുണകരമായി തീരുന്നില്ല എന്നുള്ളതാണ് സത്യം. ക്ഷുദ്രശക്തികൾ അത് മുതലാക്കി
ആ പ്രാണനെ കുരുതി കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. ഉം. അതവളുടെ ആത്മമോക്ഷത്തിന് പോലും വിഘ്നമായി ഭവിക്കുമോ എന്നാണ് എന്റെ സംശയം. ഉം. പരമവും പവിത്രവുമായ ഭക്തി കൊണ്ട് മൃത്യുവിനെ മറികടന്ന അനുഭവങ്ങൾ നമുക്ക് മുന്നിലുള്ളപ്പോ ആ ബാലികയുടെ ആയുസ്സിൽ എനിക്കിനിയും പ്രതീക്ഷയുണ്ട്. തന്റെ ഭക്തയെ മൃത്യുവിന് വിട്ടുകൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ നമ്മുടെ ഈ ആശങ്കകൾക്ക് വിരാമമാകുമെന്ന് തോന്നുന്നു. പരമവും പവിത്രവുമായ ഭക്തിക്ക് മുന്നിൽ ആദിപരാശക്തിക്ക് പോലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു എന്നല്ലേ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അത് ഞാനായിട്ട് സമർത്ഥിക്കാൻ ശ്രമിക്കുകയല്ലല്ലോ. സത്യമതാണെന്ന് അങ്ങേക്കും അറിയില്ലേ? നമ്മുടെ മുന്നിൽ അതിന് ഉദാഹരണങ്ങളുണ്ട്. നിർമ്മലമായ ഭക്തിക്കും സ്നേഹത്തിനും മുന്നിൽ പ്രപഞ്ചശക്തി പോലും കീഴ്പ്പെട്ടുവെന്ന് വരാം. ആ കുഞ്ഞിന്റെ കാര്യത്തിലും എന്റെ ഏക പ്രതീക്ഷയും അതുതന്നെയാണ്. നേരത്തെ വന്ന 10 ഹാരത്തിന്റെ ഓർഡർ കൊടുക്കണമെങ്കിലേ ഇനിയും പൂ വേണമല്ലോ മോളെ. സുരേന്ദ്രൻ വന്നിട്ട് പൂ എടുത്താ മതിയോ? അപ്പോഴേക്കും കട അടച്ചു പോയാലോ? സുരേന്ദ്രനെ എന്താ കാണാത്തെന്നാ ഞാനും ആലോചിക്കുന്നത്. നേരത്തെ ഫോൺ വിളിച്ചിട്ട് എടുത്തതുമില്ല. ആ ബെല്ലുണ്ടല്ലോ, ഇപ്പോഴും ഫോൺ എടുക്കണില്ല. മോള് പരിഭ്രമിക്കണ്ട, സുരേന്ദ്രന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ ഫോൺ സൈലന്റിൽ വല്ലതും ആയിരിക്കും. വീട്ടിലാകെ പ്രശ്നമാ ചേച്ചി. വീട്ടിലാ ഗഗൻ വന്നിട്ടുണ്ട്. അയാൾ അവിടെ കയറി താമസം തുടങ്ങാനുള്ള പ്ലാനാ. അതിന്റെ പേരില് അവിടെ അച്ഛനായിട്ട് ബഹളം നടക്കുക. ഈശ്വര, അവനൊടുക്കം പറഞ്ഞ പോലെ തന്നെ ചെയ്തോ. ഇനിയിപ്പോ എന്ത് ചെയ്യും മക്കളെ? ദേവൂട്ടി, നീ അത്യാവശ്യമായിട്ടൊന്ന് വീട് വരെ വാ. ഇനിയിപ്പം ദേവൂട്ടി വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ല, അതിന് ദേവൂട്ടി വന്നിട്ട് എന്ത് ചെയ്യാനാ? അതൊന്നും ശരിയാവില്ല. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അയാൾ അവിടെ ആകെ സീനാക്കും ചേച്ചി. ചേച്ചിയെ വിളിച്ചോണ്ട് വരാൻ അമ്മ പറഞ്ഞു വിട്ടാ ഞങ്ങളെ.